ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പേസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ഗ്രേവിയോട് കൂടി ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഏട്ടമീനാണ് എടുത്തേക്കുന്നത്. മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായി ഞാനിവിടെ 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 കഷ്ണം കുടംപുളി, ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാലകളൊക്കെ ചേർക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതെല്ലാം വഴറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മസാലയൊക്കെ ആക്കി വെക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ അരച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചട്ടി ഒന്നിന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചട്ടിയിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കണേ. ഞാനിവിടെ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നടുവേ കീറിയ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 അല്ലി കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണേ. അപ്പോൾ ഇതിലേക്ക് പുളിയൊക്കെ ഇറങ്ങണം. അതിന് വേണ്ടി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ മുഴുവൻ മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഒരുപാട് നമ്മൾ മീനിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കല്, അപ്പോൾ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മാത്രം ഇളക്കാവുള്ളൂ. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് മീനിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ഇപ്പോൾ ഞാൻ നേരത്തെ നോക്കിയായിരുന്നു, അതൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ
നമുക്കിനി ഓഫ് ചെയ്യാം തീ. അതല്ല നമുക്ക് അധികം ചാറ് വേണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ വറ്റിച്ചെടുക്കാം. അപ്പം ഞാൻ അധികം ചാറ് വെക്കുന്നില്ലേ. അപ്പോൾ എൻ്റെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പും പാകത്തിന് പുളിയൊക്കെയാണ്. നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമ്മളിതിനകത്ത് സ്പൂണൊന്നും ഇടല്ലേ, ഇങ്ങനെ വെറുതെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയുള്ള കറി, നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ കഴിക്കാൻ സൂപ്പറാണ്. ഞാനിന്നിവിടെ കോമ്പിനേഷനാക്കി എടുത്തേക്കുന്നത് കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതോടെ വരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.